ഹലോ സ്റ്റുഡൻസ്, ഹലോ. നമ്മളിന്ന് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഒരു ടോപ്പിക്കായ അനലോജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, സമയം കളയാൻ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ വിഭാഗത്തിൽ നിന്ന് ചോദിക്കുന്നത് ഒരു ടൈപ്പ് നമുക്ക് ഫെമിലറൈസ് ചെയ്യാം. For example, Tehran is to Iran, Beijing is to dash. അനലോജി എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് എന്താണ് അനലോജി എന്ന് പറയുന്ന ടോപ്പിക് എന്താണെന്ന് മനസ്സിലാക്കാം. അനലോജി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു പെയർ തരും. ഫോർ എക്സാമ്പിൾ ടെഹ്റാനും ഇറാനും. അപ്പോൾ ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? ഇറാൻ എന്ന് പറയുന്ന കൺട്രിയുടെ ക്യാപിറ്റലാണ് ടെഹ്റാൻ. അപ്പോൾ അതാണ് ഇവിടുത്തെ ബന്ധം. ഇതാണ് അനലോജി. അപ്പോൾ ഇതേ സെയിം ബന്ധം അടുത്ത ഈ കമ്പോണൻറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബ്ലാങ്കിൻ്റെ ഉത്തരം നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് അപ്പോൾ ബീജിംഗ്? അപ്പോൾ ടെഹ്റാൻ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ, കൺട്രി ഈസ് ഇറാൻ. അപ്പോൾ ബീജിംഗ് ക്യാപിറ്റലായിട്ട് വരുന്ന കൺട്രി ഏതാണ്? ചൈന. അപ്പോൾ ഇവിടുത്തെ ബ്ലാങ്കിൻ്റെ ഉത്തരം എന്താണ്? ചൈന. അപ്പോൾ അനലോജി എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ വഴി മനസ്സിലായോ? ഫസ്റ്റത്തെ പെയറിൻ്റെ റിലേഷൻ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. അതേ റിലേഷൻ നെക്സ്റ്റ് പെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലാങ്ക്സിൽ ഉത്തരം കിട്ടും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ. ടാനിങ് ഈസ് ടു ലെതർ. ലൈക്ക്വൈസ് pyrotechnics is to dash. ഓപ്ഷൻസ് നോക്കാം. wool, fireworks, bombs, machinery. ഓക്കെ, ടാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാനിങ് എന്ന് പറഞ്ഞാൽ ലെതറിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ പേരാണ്. അപ്പോൾ ലെതറിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പേരെന്താണ്? ടാനിങ്. അപ്പോൾ അതാണ് ഇവിടുത്തെ കണക്ഷൻ. അപ്പോൾ നമുക്ക് റിലേഷൻ മനസ്സിലായി. അപ്പോൾ പൈറോടെക്നിക്സ് എന്തിൻ്റെ നിർമ്മാണ പ്രവർത്തനമായിരിക്കും? പൈറോ എന്ന് വെച്ചാൽ എപ്പോഴും ഹീറ്റ്, ഫയർ എന്നൊക്കെയുള്ളതിൻ്റെ ഒരു മീനിങ് ആണ്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം? വൂൾ, മെഷീനറി, എന്തായാലും അത് വരത്തില്ല. ഇനി ബാക്കി ഫയർ വർക്ക്സ് ആൻഡ് ബോംബ്സ്. പൈറോടെക്നിക്സ് ഈസ് ദി മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് ഫയർ വർക്ക്സ്. പടക്ക നിർമ്മാണത്തിൻ്റെ പ്രോസസ്സാണ് പൈറോടെക്നിക്സ്. അപ്പോൾ ബ്ലാങ്കിൽ ഏതാണ് ഉത്തരം വരുന്നത്? ഫയർ വർക്ക്സ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. എനർജി ഈസ് ടു ജൂൾ. Likewise, volume is to dash. ഇതിലെന്താണ് ബന്ധം നമുക്ക് മനസ്സിലായത്? എനർജി ജൂളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ജൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജിയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ബ്ലാങ്കിൽ എന്താണ് വരേണ്ടത്? വോളിയത്തിൻ്റെ യൂണിറ്റ്. ഓപ്ഷൻസിൻ്റെ അകത്ത് കപ്പാസിറ്റി, സോളിഡ്, ലിറ്റർ, കിലോഗ്രാം. എയും ബിയും ഡെഫിനറ്റ്ലി അല്ല അല്ലേ? അത് യൂണിറ്റ് അല്ല. കപ്പാസിറ്റിയും സോളിഡും എന്താണ്? യൂണിറ്റ് അല്ല. ഇനി ലിറ്റർ ആൻഡ് കിലോഗ്രാം, ഡെഫിനറ്റ്ലി എന്താണ് ഉത്തരം? ലിറ്റർ. കാര്യം കിലോഗ്രാം എന്തിൻ്റെ യൂണിറ്റാണ്? മാസിൻ്റെ യൂണിറ്റാണ്. ലിറ്ററാണ് ശരി ഉത്തരം. ഇനി അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ബേസിസ്, നിങ്ങൾ ഇത്രയും നാളും പഠിച്ച GK, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാത്തിനും എന്താണ് അനലോജി ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. ഇനി നമ്പേഴ്സ് എന്നും അനലോജി ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ ഇതാണ്. 841 ഈസ് ടു 29. ലൈക്ക്വൈസ് 289 ഈസ് ടു ഡാഷ്. ഓപ്ഷൻസ് 23, 21, 17, 13. ഇതൊരു നമ്പർ ടൈപ്പ് അനലോജിയാണ്. ഇവിടെ എന്താണ് ബന്ധം?
841 എന്ന് പറഞ്ഞാൽ 29ൻ്റെ സ്ക്വയർ ആണ്. 21 സ്ക്വയർ ഈസ് 841 എന്ന് പറയുമ്പോൾ 289 എന്തിൻ്റെ സ്ക്വയർ ആണ് എന്ന് നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ ഈ ബ്ലാങ്കിൽ എന്താണ് വരുന്നത്? 289ൻ്റെ സ്ക്വയർ റൂട്ടാണ് വരുന്നത്. 289ൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 17. 17 ഈസ് ദി ആൻസർ. ഇനി നിങ്ങൾക്ക് സ്ക്വയർസ് ഇപ്പം സ്ക്വയർ റൂട്ടിൻ്റെ സ്ക്വയറിൻ്റെ ഒരു കണക്ക് വന്നുകൊണ്ട് ഞാൻ സ്ക്വയറിൻ്റെ ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. 21ൻ്റെ സ്ക്വയർ 841 ആണല്ലേ. അപ്പം വേറെ അല്ലാതെ ഒരു പെട്ടെന്ന് കിട്ടാനൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ 29 സ്ക്വയർ എന്ന് പറയുമ്പോൾ ആദ്യമേ ഒരു 3 ബ്ലാങ്ക് ഇടുക. ഫസ്റ്റ് ഇവിടെ 9ൻ്റെ സ്ക്വയർ എഴുതാം, 1 8. ഇനി ഇവിടെ 2ൻ്റെ സ്ക്വയർ എഴുതാം, ദാറ്റ് ഈസ് 4. 8 ഇവിടെ ബാലൻസ് എടുക്കുവാണേ. ഇനി മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ 2 × 9 × 2 പവർ അടക്കം മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 36. 6 ഇവിടെ വന്നു. ഇവിടെ അല്ലേ ബ്ലാങ്കിലല്ലേ 36 എഴുതേണ്ടത്. 6 ഇവിടെ ഇട്ടു, 3 ഇവിടെ ബാലൻസ്. ഇവിടെ ഓൾറെഡി 8 ഉണ്ട് ബാലൻസ്. അപ്പോൾ എത്ര കിട്ടി? ആഡ് ചെയ്യാം. 1 6 + 8 4. 1 വീണ്ടും ബാലൻസ്. അപ്പോൾ ഇവിടെ 4 + 3 7 ആണ്. 1 ബാലൻസ് വന്നു 8. 841. 841 അല്ലേ. ഇനി 17ൻ്റെ സ്ക്വയർ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു 3 ബ്ലാങ്ക് ഇടുക. ഈ ബ്ലാങ്കിൽ എന്താണ് വരുന്നത്? 7ൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 49. 4 ഇവിടെ ബാലൻസ്. ഇനി ഫസ്റ്റ് ബ്ലാങ്കിൽ 1ൻ്റെ സ്ക്വയർ ആണ് എഴുതുന്നത്, ദാറ്റ് ഈസ് 1. ഇനി പവർ അടക്കം മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 7 × 2, ദാറ്റ് ഈസ് 14. അപ്പോൾ 14 ഇവിടെ മിഡിലാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ ഉത്തരം എഴുതുന്നത്. 14. പക്ഷെ ഒരു ഡിജിറ്റ് എഴുതാൻ പറ്റത്തുള്ളൂ. ബാക്കി 1 എവിടെ പോകും? ഇവിടെ ബാലൻസ് വരും. ഇനി ആഡ് ചെയ്യാം. എന്താണ്? 9. 4 + 4 എത്രയാണ്? 8. 1 + 1 എത്രയായി? 289. 17 സ്ക്വയർ ഈസ് 289. ഇതുപോലെ കണക്കിൽ പല ട്രിക്സ് ഉണ്ട്. സ്ക്വയർ റൂട്ടിനുണ്ട്, ക്യൂബ്സിനുണ്ട്, ക്യൂബ് റൂട്ട്സിനുണ്ട്. നിങ്ങൾ ഒരു 30 വരെയുള്ള സ്ക്വയർ റൂട്ട്സ് പറ്റുമെങ്കിൽ പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാനുള്ള വല്ല ട്രിക്ക് പഠിച്ചു വെച്ചാൽ പരീക്ഷയ്ക്ക് സമയം കുറച്ച് ലാഭിക്കാം. അപ്പോൾ സ്ക്വയർസ് പഠിക്കുമ്പോൾ തന്നെ സ്ക്വയർ റൂട്ട്സും പഠിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ സ്ക്വയർ റൂട്ട്സിനും ഇങ്ങനെ പല ട്രിക്സും ഉണ്ട്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 25 is to 37. Likewise 49 is to dash. Options 41, 56, 60, 65. കാണുമ്പോൾ തന്നെ അറിയാലേ 25 എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ആണ്, 49ഉം ഒരു സ്ക്വയർ ആണ്. 25 എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയർ ആണല്ലേ. 49 എന്ന് പറഞ്ഞാൽ 7ൻ്റെ സ്ക്വയർ ആണ്. എന്താണ് ഈ 37? നമുക്ക് 36 അറിയാം. 36 6ൻ്റെ സ്ക്വയർ ആണ്. നമുക്ക് 37നെ 6 സ്ക്വയർ + 1 എന്നിട്ടൂടെ. അപ്പോൾ ഇവിടെ എന്താണ് ബന്ധം? ആദ്യം 5 സ്ക്വയർ എന്ന് എഴുതി, ഇതിൻ്റെ നെക്സ്റ്റ് സ്ക്വയർ എന്താണ്? 6 സ്ക്വയർ. പക്ഷേ അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തു. അതുപോലെ ഇവിടെയും ചെയ്യാം. 8 സ്ക്വയർ + 1. ഇനി ഓപ്ഷൻസിൻ്റെ അകത്ത് അതിൻ്റെ ആൻസർ ഉണ്ടോ നോക്കാം. ഉണ്ട്, 85 ഉണ്ട്. ദാറ്റ് ഈസ് ദി ആൻസർ. ഇതാണ് വേറൊരു ടൈപ്പ് അനലോജി ക്വസ്റ്റ്യൻ. ഇനി നമ്പേഴ്സിന് മാത്രമല്ല ലെറ്റേഴ്സിനും അനലോജി ഉണ്ട്. ലെറ്റേഴ്സിന് അനലോജി പഠിക്കുന്നതിന് മുന്നേ ലെറ്റേഴ്സിൻ്റെ പ്ലേസ് വാല്യൂസ് ഒക്കെ അറിഞ്ഞിരിക്കണം. അത് നമുക്കൊരു ക്വസ്റ്റ്യൻ വഴി മനസ്സിലാക്കാം. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ K × P ഈസ് ടു 256. Likewise H × S is to dash. Option A 361, option B 372, option C 428, option D 244. ABCD ഈ ആൽഫബറ്റ്സിന് എക്ക് 1, ബിക്ക് 2 അങ്ങനെ നമ്പർ ഇട്ട് പോകുമ്പോൾ കെയുടെയും പിയുടെയും പ്ലേസ് വാല്യൂസ് കിട്ടും. അതാണ് പ്ലേസ് വാല്യൂസ്. അപ്പോൾ ഈ കണക്കിലോട്ട് എത്തുന്നതിന് മുന്നേ നമുക്കെങ്കിൽ അതൊന്ന് നോക്കാം.
അപ്പം ഇതിലെ ട്രിക്ക് അതാണ്. ആദ്യമേ പ്ലേസ് വാല്യൂസിന്, ഇപ്പം എന്താണ്, ഇതിവിടെ ഒരു നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം പ്ലേസ് വാല്യൂസിന് ബന്ധമാണ് ഇവിടെ 256 കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. അപ്പോൾ എക്ക് നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7. ജിയുടെ 7 ഓർത്തിരിക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. ജിയുടെ ഇത് ഒന്ന് നീട്ടുക, എന്നിട്ട് ഇവർ വരയിടുക. 7ൻ്റെ ഷേപ്പായില്ലേ. അപ്പോൾ ജി എന്ന് പറയുമ്പോൾ മനസ്സിൽ 7 എന്ന് പെട്ടെന്ന് ഓർത്തിരിക്കണം. ഇനി എച്ചിന് എന്താണ്, 8 ആണ്. അതും ഒരു ട്രിക്ക് പറഞ്ഞുതരാം. എച്ചിൻ്റെ ഇവിടെ രണ്ടിടത്ത് അടയ്ക്കുമ്പോൾ ഒരു 8ൻ്റെ ഷേപ്പ് വരത്തില്ലേ. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ 8 ആലോചിക്കുക. I 9, J 10, K 11 ആണ്. കെയുടെ ഈ 2 വര സെപ്പറേറ്റ് ചെയ്താൽ ഇതെന്ത് ഷേപ്പിലാണ്, 11ൻ്റെ ഷേപ്പിലാണ്. അപ്പം അങ്ങനെ ആലോചിക്കാം. K 11, L 12, M 13. M 13, എമ്മിനെ തിരിച്ചിട്ടാൽ എന്താവും, W അല്ലേ. അപ്പോൾ M 13 ആണെങ്കിൽ തിരിച്ചിടുന്ന W 23 ആയിരിക്കും. അപ്പോൾ W is 23. ഇനി N 14, O 15, P 16, Q 17, R 18, S 19, T 20. T20 ക്രിക്കറ്റ് മാച്ച് അങ്ങനെ ആലോചിച്ചാൽ മതി. T പറയുമ്പോൾ പ്ലേസ് വാല്യൂ എന്താണ്, 20. U 21, V 22, W 23, X 24, 25, 26. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ K × P എന്നായിരുന്നു. കെയുടെ പ്ലേസ് വാല്യൂ 11 ആണല്ലേ. ഓക്കെ. പിയുടെ പ്ലേസ് വാല്യൂ 16 ആണ്. പക്ഷേ 11 × 16 256 തരത്തില്ല. 256 എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ആണ്, അത് 16ൻ്റെ സ്ക്വയർ ആണ് നമുക്കറിയാം. അപ്പോൾ P 16 ആണ്. കെ പക്ഷെ 11 അല്ലേ കിടക്കുന്നത്. ഇനി റിവേഴ്സ് ആയിട്ട് നമുക്ക് പല ക്വസ്റ്റ്യൻസിനും തിങ്ക് ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ റിവേഴ്സ് നമ്പറിങ്. ഞാനത് വേറെ കളറിൽ കാണിച്ചു തരാം. റിവേഴ്സ് നമ്പറിങ് ചെയ്യുമ്പോൾ സെഡിന് ഏത് വാല്യൂ വരും, 1 വരും, വൈക്ക് 2 വരും. അപ്പം അങ്ങനെ റിവേഴ്സായിട്ട് നമ്പർ ചെയ്യേണ്ട സാഹചര്യം വരും. കേക്ക് എന്ത് കിട്ടി, റിവേഴ്സായിട്ട് നമ്പർ ഇട്ടപ്പോൾ 16 എന്ന് കിട്ടി. അപ്പോൾ പിക്ക് ഫോർവേഡായിട്ട് നമ്പർ ഇടുമ്പോൾ 16, കെക്ക് റിവേഴ്സായിട്ട് നമ്പർ ഇടുമ്പോൾ 16. അപ്പോൾ അതാണ് ഇവിടുത്തെ ട്രിക്ക്. അപ്പം ഇങ്ങനെ റിവേഴ്സായിട്ട് നമ്പർ ഇടുമ്പോൾ എക്ക് അവസാനം എന്ത് കിട്ടും, 26 എന്ന നമ്പർ കിട്ടും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ K × P = 256. ലൈക്ക്വൈസ് H × Z = dash. അപ്പോൾ ഇത് റിവേഴ്സായിട്ട് നമ്പർ ഇടുമ്പോൾ 16, പിയുടെ ഫോർവേഡായിട്ട് നമ്പർ ഇടുമ്പോൾ 16. 16 × 16 256. ഇനി എച്ച് എന്തായിരുന്നു പ്ലേസ് വാല്യൂ. അപ്പോൾ ആലോചിക്കുക, സ്റ്റാർട്ട് നമ്പറിങ് ചെയ്യുമ്പോൾ എച്ചിൻ്റെ ബാക്കിന്ന് സെഡിന് 1 2 3 ഇട്ട് വരുമ്പോൾ ZY അതിന് 1 2 3 ഇട്ട് വരുമ്പോൾ എച്ചിൻ്റെ പ്ലേസ് വാല്യൂ 19 എന്ന് വരും. ഇനി എസിൻ്റെ ഫോർവേഡായിട്ട് ABCD ആ ഫോമിൽ എസിൻ്റെ പ്ലേസ് വാല്യൂ 19 എന്ന് വരും. അപ്പോൾ 19 × 19 എത്രയാണ്, 361. ഉത്തരം 361. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ACT related to 60. Likewise PAI related to dash. Options 90, 144, 100, 75. എന്തായിരിക്കും? ആൽഫബറ്റ്സിൻ്റെ പ്ലേസ് വാല്യൂസ് ഒന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ആദ്യം ഫോർവേഡായിട്ട് നോക്കാം, എന്നിട്ട് റിവേഴ്സായിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. ഫോർവേഡായിട്ട് നോക്കുമ്പോൾ അപ്ലൈ ആവുന്നുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ ACT, എയുടെ പ്ലേസ് വാല്യൂ 1 ആണ്, സിയുടെ പ്ലേസ് വാല്യൂ 3 ആണ്, ടിയുടേത് 20 ആണ്. ഞാൻ പറഞ്ഞില്ലേ T20. അങ്ങനെ ആലോചിച്ച് വയ്ക്കാം.
അപ്പോൾ ഇവിടെ എന്താണ് കണക്ഷൻ 60. അപ്പോൾ ഇവിടെ പ്ലേസ് വാല്യൂ കാണുമ്പോഴേ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ 60 ആണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ട്രിക്ക് എന്താണ്, ഇവിടുത്തെ റിലേഷൻ എന്താണ്? പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കുക, പ്ലേസ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് ഉത്തരം. അപ്പോൾ പിയുടെ പ്ലേസ് വാല്യൂ എന്തായിരിക്കും? 16. എയുടെ പ്ലേസ് വാല്യൂ 1, ഐയുടെ പ്ലേസ് വാല്യൂ 9. അപ്പോൾ 16 × 1 × 9 നമുക്ക് നോക്കാം. 16 × 9 എത്രയാണ്? 144 അല്ലേ? അപ്പോൾ എന്തായിരിക്കും ഉത്തരം? 144. അപ്പോൾ അനലോജി ഒരു ഏകദേശ ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? അനലോജിയുടെ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. L × M related to 12 × 13. Likewise, U × W related to dash. അപ്പോൾ L × W 12 × 13 ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേസ് വാല്യൂസ്, ഈ ആൽഫബറ്റ്സിൻ്റെ പ്ലേസ് വാല്യൂസ് എല്ലാം ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എല്ലിൻ്റെ പ്ലേസ് വാല്യൂ 12 ആണ്, എമ്മിൻ്റെ പ്ലേസ് വാല്യൂ 13 ആണ്. അത് ജസ്റ്റ് എന്താണ് എഴുതിയിട്ടേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ള റിലേഷനാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? യുവിൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 21 ആണ്. ഡബ്ല്യുവിൻ്റെ പ്ലേസ് വാല്യൂ 23 ആണ്. അപ്പം ബ്ലാങ്കിൽ എന്തായിരിക്കും ഉത്തരം? 21 × 23. അപ്പോൾ ഓപ്ഷൻസിൻ്റെ അകത്തുനിന്ന് 21 × 23 ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അനലോജി നോക്കി, ആൽഫബറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അനലോജി നോക്കി, പിന്നെ ജസ്റ്റ് എന്താണ് ജനറൽ അവെയർനെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്സ്, GK പല ടൈപ്പ് എന്നുള്ള അനലോജി നോക്കി. ഇത് മെൻ്റൽ എബിലിറ്റിയുടെ ഒരു ടോപ്പിക്കാണ്. ഇതിൻ്റെ ഒരു ബ്രീഫ് വ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടിയത്. കൂടുതൽ ക്ലാസ്സസിന് വേണ്ടിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനും കൂടുതൽ എന്താണ് ഇതിൽ ഒരു നോളജ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യാവുന്നതാണ്. പോസ്റ്റർ ഉടനെ യൂട്യൂബ് ചാനലിൽ അപ്പ് ചെയ്യുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമ്മ്യൂണിറ്റി ടാബിലോ ഉടനെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്ലാസ്സസിന് വേണ്ടി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക.